ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അതിന് അധികാരമുള്ളവൻ അതിന് അവകാശമുള്ളവൻ വരുവോളം ഞാൻ അത് ആർക്കും കൊടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കൊടിയ പീഡനത്തിനും മനുഷ്യക്കുരുതിക്കും കുപ്രസിദ്ധി നേടിയ സിറിയൻ തടവറയിൽ നിന്നും ആയിരക്കണക്കിന് പേരെയാണ് കഴിഞ്ഞ ദിവസം തുറന്നുവിട്ടത്. അന്യായ തടങ്കലുകളുടെ ഓടാമ്പലുകൾ ആടിപ്പോയ ദിവസങ്ങൾ. ഒരു ഭരണം കിരാത വേഷമിട്ടാൽ പിന്നെ അവിടെ നടത്തുന്ന തേർവാഴ്ചകളെ കുറിച്ച് പുറം ലോകം അറിഞ്ഞെന്നും അറിഞ്ഞില്ലെന്നും വരും. അതോടൊപ്പം പത്രസ്വാതന്ത്ര്യം കൂടെ നിഷേധിക്കപ്പെട്ടാൽ അനാഥരും വിധവകളും അവിടെ പെരുകും. എന്നാൽ ഒരു ദിവസം ദൈവം എഴുന്നേൽക്കും. അതൊരു രാജ്യത്തിന് വേണ്ടിയുള്ള എഴുന്നേൽപ്പല്ല, ഭാഷയ്ക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പുമല്ല, ആർക്കും വേണ്ടാത്തവർക്കും വേണ്ടി. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിന്റെ സിംഹഭാഗവും സിറിയയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പദ്ദൻ അരാമെന്നും മെസൊപ്പൊത്താമിയ എന്നും അരാബ എന്നൊക്കെ വേദപുസ്തകത്തിൽ സിറിയയെ വിളിക്കുന്നുണ്ട്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായത് സിറിയയിലെ മെസൊപ്പൊത്താമിയയിൽ വെച്ചാണ്. അതുപോലെ തന്നെ അബ്രഹാമിന്റെ പുത്രനായിരുന്ന ഇസ്ഹാക്കിന്റെ ഭാര്യ റിബേക്ക സിറിയ സ്വദേശിയാണ്. യേശു സംസാരിച്ച ഭാഷ സിറിയൻ ഭാഷയായ അരമായ ഭാഷയാണ്. യേശു സിറിയയിലെ പല പട്ടണങ്ങളിലും ഊരുകളിലും അവിടെയൊക്കെ യാത്ര ചെയ്ത് താൻ അത്ഭുതകരമായ ശുശ്രൂഷകൾ ആ രാജ്യത്ത് കാഴ്ചവെച്ചിട്ടുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ഒരു മതമായി നിലകൊണ്ടത് ആദ്യമായി സിറിയയിൽ വെച്ച് തന്നെയാണ്. ക്രിസ്ത്യാനികൾ എന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് പേരുണ്ടായിരുന്നെങ്കിലും ഒരു മതത്തിന്റെ അംഗീകാരത്തോടുകൂടി, ഒരു പ്രസ്ഥാനത്തിന്റെ അംഗീകാരത്തോടുകൂടെ നിലനിൽക്കുവാൻ അവർക്ക് സാധ്യതയൊരുങ്ങിയത് സിറിയയിൽ വെച്ചാണ്. പുരാതന ചരിത്രങ്ങളുടെ ഏടുകളിലേക്ക് പോയാൽ സിറിയയെപ്പറ്റി ഒരുപാട് പറയുവാനുണ്ട്. ഏറ്റവും കൂടുതൽ അന്യഭാഷ അഥവാ ഗ്ലോസലാലിയ ഉപയോഗിച്ച രാജ്യം സിറിയയാണ്. സിറിയയിലുള്ള ആരാധനയിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലോസലാലിയ അഥവാ അന്യഭാഷ സംസാരിച്ചിരുന്നതെന്ന് ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സിറിയ ഇന്ന് ഒരു സംഘർഷ ഭൂമിയാണ്. ഏകാധിപതികളുടെ ഏറെ പാടുകൾ ഏൽക്കേണ്ടി വന്ന ജനങ്ങളുടെ അവശേഷിപ്പാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ തലമുറകളുടെ ഒരവശേഷിപ്പിന്റെ ഒരു ഭാഗം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. സിറിയയുടെ ഭാവി എന്താകുമെന്ന് ജ്ഞാനികളുടെ ഇടയിൽ ഒരു ചിന്താകുലങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കുന്ന കാലം ഇതാ വന്നിരിക്കുന്നു. ഇന്നലെ വരെയും ഇല്ലാത്ത ചിന്താവിഷയങ്ങൾ, ഓരോ ദിവസവും പുതിയ പുതിയ ചിന്താഭാരം പ്രഭാതത്തിൽ സൂര്യപ്രഭയോടൊപ്പം ലോകത്തിൽ ആ ഭാരങ്ങൾ ഉദിച്ചുയരുകയാണ്. സൃഷ്ടിയെ പരിചയപ്പെടുത്തുവാൻ ആദ്യമായി സന്ധ്യകളെ മോശ പരിചയപ്പെടുത്തുകയുണ്ടായി. സന്ധ്യയായി, ഉഷസായി, ഒന്നാം ദിവസം. അനേകം സന്ധ്യകളാണ് നമ്മുടെ ഇന്ന് നാം കാണുന്ന പ്രഭാതത്തെ നമുക്കായി വേർതിരിച്ചു തന്നത്. അതുവരെയും തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു നിലപാടുകളുടെ അവസാനം കുറിച്ച നിമിഷമാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ. സൂര്യനും ചന്ദ്രനും ഇല്ലാതിരുന്ന കാലത്തും സന്ധ്യകളും പ്രഭാതങ്ങളും ഉണ്ടായിരുന്നു എന്ന് സത്യം. അനേക വാഴ്ചകൾ ഈ ഭൂമിയിൽ ദൈവം ഓരോ കാലത്തും അവസാനിപ്പിച്ചിട്ടുള്ള ചരിത്രം നമുക്കറിയാം. വചനത്തിലെ മകുടം നീക്കി കിരീടം എടുത്തു കളയും എന്ന വാചകം രാജ്യത്വത്തിന്മേൽ ചൂടുന്ന ഏകാധിപത്യത്തെയാണ് വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകാധിപത്യം ഒരു ബാധയാണ്. എത്ര ഏകാധിപതികളുടെ മകുടങ്ങൾ ദൈവം മാറ്റിവെച്ചു. അതൊക്കെ നമ്മുടെ കണ്ണാലെ നമ്മൾ കണ്ടു. അതിനൊക്കെ നാം ഒക്കെ സാക്ഷികളായി. ഏകാധിപത്യ സ്വഭാവം ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ, ആത്മീക ജീവിതത്തിൽ പോലും, സംഘടനയിലും സാമൂഹ്യമായ എല്ലാ ഇടപാടുകളിലും ഏകാധിപത്യം കടന്നു വരും. ഇരുളിന്റെ മുന്നറിയിപ്പാണ്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മരണദൂതന്മാർ ഈ ഏകാധിപത്യത്തെ കണ്ട് സന്തോഷിക്കും. എന്നാൽ ഒരു പ്രഭാതം ഉദിക്കുമ്പോൾ സന്ധ്യ ഓടിമറയുന്നത് പോലെ നാം കാണുന്ന പ്രഭാതം ദൈവം നമുക്ക് തരുന്ന അവസരമാണ്. അവിടെ നാം എന്തു ചെയ്യുന്നു എന്നറിയുവാൻ ദൈവം ഈ പ്രഭാതത്തിൽ മനുഷ്യപുത്രന്മാരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ
മികച്ച കലാകാരന്മാരെ തെരഞ്ഞെടുക്കുന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അനേകായിരങ്ങൾ പങ്കെടുത്തു. മനസ്സിലെ ചിന്തകൾ വരയ്ക്കുവാൻ ആവശ്യമായ കടലാസും മഷിയും പേനയും ഒക്കെ അവിടെ അവർക്ക് നൽകി. എല്ലാവരും അതിശയമായ ചിത്രങ്ങൾ അവിടെ വരയ്ക്കുകയുണ്ടായി. ചിലരുടെ ചിത്രങ്ങൾ കണ്ട് അതിന് മാർക്കിടുന്നവർ പോലും സ്തംഭിച്ചുപോയി. അത്രയ്ക്ക് അതിശയമായിരുന്നു. പക്ഷെങ്കിൽ അതിൽ ഒരു ചിത്രം മാത്രം, അത് വരച്ച ആ ഒരുവൻ വരച്ച ചിത്രത്തിന് മാത്രമേ കിരീടം നേടുവാൻ കഴിഞ്ഞുള്ളൂ. അതെന്താണെന്ന് അറിയണ്ടേ? ആ ചിത്രത്തിന് പല സ്റ്റേജുകൾ അദ്ദേഹം കൊടുത്തു. ഒന്നാമത് ഒരു പൂത്തുലഞ്ഞു നിൽക്കുന്നതായ ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുന്ന ബാലൻ അത് അവന്റെ സ്വപ്നം എന്ന പോലെ അതിനെ കണ്ടു. രണ്ടാമത്തെ സ്റ്റേജ് ആ പുഷ്പത്തെ മണപ്പിക്കുന്ന ഒരു യൗവനക്കാരൻ. മൂന്നാമത്തെ സ്റ്റേജ് വാടിത്തുടങ്ങുന്ന പുഷ്പത്തെ താങ്ങി നിർത്താൻ നോക്കുന്ന മധ്യവയസ്കൻ. നാലാമത്തെ സ്റ്റേജ് വാടി വീണുപോയ ചെടിയെ കണ്ട് കരയുന്ന വൃദ്ധൻ. അഞ്ചാമത്തെ സ്റ്റേജ് അതുപോലെ ഒന്നുകൂടി വരയ്ക്കുവാൻ ശ്രമിച്ചിട്ടും വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പുഷ്പങ്ങളുടെ മനോഹാരിത വരച്ചെടുക്കുവാൻ കഴിയാതെ വിലപിക്കുന്ന ഒരു വൃദ്ധനായ ഒരു വയസ്സൻ. ആ ചിത്രം ലോക പ്രശസ്തി നേടി. പ്രിയപ്പെട്ടവരെ, ഒരു പൂവിന്റെ മണം ആസ്വദിക്കുമ്പോൾ അത് എക്കാലവും നിൽക്കുന്നതല്ല എന്നൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മനുഷ്യ ജീവിതം ക്ഷണികമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്ന് നമുക്ക് വരയ്ക്കുവാൻ ധാരാളം കഴിവുകളുണ്ട്, വാസനയുണ്ട്, ഉപകരണങ്ങളുണ്ട്. തോന്നുന്നതെല്ലാം മനോഹരമായി നമുക്ക് വരയ്ക്കുവാനും ചിത്രീകരിക്കുവാനും സാധിച്ചെന്ന് വരാം. മറ്റുള്ളവരുടെ കൈയടി നമുക്ക് വാങ്ങുവാൻ വളരെ നിഷ്പ്രയാസമാണ്. എന്നാൽ ആഗ്രഹിച്ചാലും വരയ്ക്കാൻ കഴിയാതെ നരിയാണികൾ ഉറയ്ക്കാത്ത ഒരു കാലം എല്ലാവരുടെയും മുൻപിലുണ്ട് എന്നോർക്കണം. സിറിയയിൽ അബ്രഹാമിന് വെളിപ്പെട്ട പർവ്വത നിരകളുണ്ട്, യേശു പ്രസംഗിച്ച താഴ്വരകളുണ്ട്, അപ്പോസ്തലന്മാർ അന്തിയുറങ്ങിയ മാളികകളുണ്ട്, ഗ്ലോസലാലിയ പാടിയതായ അനേക അരങ്ങുകൾ സിറിയയിലുണ്ട്. പക്ഷേ ഇന്ന് അവിടെ ചോരക്കളമാണ്. അതിലെ ഏകാധിപതികൾ പ്രാണരക്ഷാർത്ഥം എവിടെയൊക്കെയോ ഒളിച്ചോടിയിരിക്കുന്നു. അന്യരാജ്യങ്ങളിൽ ഒളിച്ചിരുന്ന് ഒരുപക്ഷെങ്കിൽ വിലാപ സംഗീതങ്ങൾ രചിക്കുന്നുണ്ടായിരിക്കാം. ബാബേൽ നദി തീരത്തിന് അവിടെ നിന്ന് ഉയരുന്നതായ ഒരു വാക്ക്, ഒരു സംഗീതം പോലെ. സംഗീതം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ ഗീതങ്ങൾ ഞങ്ങൾ അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ആയുസ്സും അവസരങ്ങളും, സ്ഥാനങ്ങൾ, മാനങ്ങൾ, ഭരണങ്ങൾ, കഴിവുകൾ, സമ്പത്തുകൾ, ഉയർച്ചകൾ, ഇതൊന്നും നമുക്ക് വേണ്ടി മാത്രമല്ല, അനേകർക്ക് വീതിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചു തരുന്നത്. അവിടെ നമ്മൾ ഭീരുക്കളാകരുത്, ഏകാധിപതികളാകരുത്. ആഗ്രഹിച്ചിട്ടും മോഹിച്ചിട്ടും കൊതിച്ചിട്ടും കയറിയിരിക്കുവാൻ കഴിയാത്ത ഒരു കസേര ഏവരുടെയും മുൻപിൽ ദൈവം വച്ചിട്ടുണ്ട്. ആ ഒരു ചിന്ത നമ്മെ താഴ്മയും വിനയവും സൗമ്യതയുമുള്ള ഒരു ദേഹിയാക്കി വളർത്തും. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ അധ്വാനിച്ചു വാങ്ങിച്ചിട്ടുള്ളതായ, ഉറങ്ങി ആശ്വസിച്ചിട്ടുള്ളതായ കട്ടിലിലും തണലിലും തലയിണയിലും അന്ത്യം കൊള്ളുവാൻ ഒരു ഭാഗ്യം. ആശുപത്രിയിൽ കിടക്കയിലല്ല, വീട്ടിലുള്ളവരോട് ചേർന്ന് പാടി സ്തുതിച്ചുകൊണ്ടുള്ളതായ ഒരവസാനം. അതിൽ വലുത് മറ്റെന്താണ് ഈ ലോകത്തിൽ ഭാഗ്യമായി നമുക്ക് നേടുവാനുള്ളത്? ലോകത്തിൽ മറ്റൊന്നുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവം കൊടുക്കുന്നതായ അവകാശം, അവന്റെ ഭവനത്തിൽ വെച്ചുള്ളതായ, അവന്റെ കട്ടിലിന്മേൽ കിടന്നുകൊണ്ടുള്ളതായ ഒരന്ത്യം. ഉറ്റവരോടും ഉടയവരോടും യാത്ര പറഞ്ഞ് ദൈവം നിനക്ക് ചെയ്തതായ സകല ഉപകാരങ്ങളെയും നിന്റെ ജീവിതത്തിൽ ഓർത്തും കൊണ്ട് ഒരവസാനം നിനക്ക് കഴിക്കുവാൻ ഭാഗ്യം കിട്ടുക. ഏകാധിപതികൾക്ക് അങ്ങനെ കിട്ടുകയില്ല. ഏകാധിപതികളുടെ വാസം വളരെ ക്ഷണികമാണ്. അവരുടെ ഗർശനം വളരെ അല്പകാലത്തേക്ക് നിൽക്കുകയുള്ളൂ. ആ തലമുറ നിൽക്കുകയില്ല. ദൈവം അതിനൊരു അന്ത്യം വരുത്തും. അതിന് ഉദാഹരണമായി ലോക സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ വളരെ നന്നായി ദൈവം വരച്ചു കാട്ടുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ, ഈ അവസരത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതായ കാഴ്ചകളൊക്കെയും ഓരോരോ സംഭവ വികാസങ്ങളൊക്കെയും നമ്മളെ ബുദ്ധി പഠിപ്പിക്കുന്നതാകണം, ജ്ഞാനം പഠിപ്പിക്കുന്നതാകണം. മനുഷ്യൻ ക്ഷണികരാണ്. അവരെത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും ശരി, എത്ര വലിയ ഏകാധിപതികളാണെങ്കിലും ശരി, എത്ര വലിയൊരു സൈന്യ സമൂഹം അവർക്ക് ചുറ്റും പാളയമിറങ്ങുവാൻ അവരുടെ ആജ്ഞ കാത്തു നിൽക്കുന്നത് ഉണ്ടെങ്കിലും നീതിപൂർണമായ ഒരു ജീവിതമല്ല നിന്റെ മുൻപിലുള്ള ജനങ്ങളോട് നീ കാട്ടുന്നതെങ്കിൽ അവിടെ ഒരവസാനമുണ്ടാകും. ഒരു നിമിഷത്തിൽ നീ ആരും ഓടിക്കാതെ ഓടിപ്പോകുന്ന ഒരു ദുഷ്ടനെ പോലെ നിന്റെ രാജ്യത്തു നിന്ന്
നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ദേശത്തിൽ നിന്ന് ഉറ്റവരെയും ഉടയവരെയും വിട്ട് ഓടി മറഞ്ഞ് അന്യദേശത്ത് അടിമയെ പോലെ പാർക്കുന്നതിനിടയായിത്തീരും. ദൈവം തരുന്നതായ സമയങ്ങൾ, ദൈവം നിനക്ക് തരുന്നതായ അവസരങ്ങൾ, സ്ഥാനങ്ങൾ, ഉയർച്ചകൾ, സമ്പത്തുകൾ ഒക്കെയും ദൈവഭയത്തോടെ ചെലവഴിക്കുവാൻ നിന്റെ നാളുകൾ നിന്നെ സഹായിക്കട്ടെ. ഈ വചനം നിനക്കതിന് ജ്ഞാനം തരുമാറാകട്ടെ. ഗഡ് ബ്ലെസ് യു.